മലയാളം ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് എലീന പടിക്കൽ. ഭാര്യ എന്ന സീരിയലിൽ വില്ലത്തിയായിട്ടായിരുന്നു എലീനയുടെ തുടക്കം. വില്ലത്തിയിൽ നിന്നും നായികയിലേക്കും പിന്നീട് അവതാരികയിലേക്കും മാറിയ എലീന ഇന്ന് മലയാളികൾക്ക് പ്രിയങ്കരിയാണ്. ബിഗ് ബോസ് മലയാളം ഷോയിലും എലീന മത്സരാർത്ഥിയായി എത്തിയിരുന്നു. രോഹിത്താണ് എലീനയുടെ ജീവിത പങ്കാളി. ഇപ്പോഴിതാ തങ്ങളുടെ പ്രണയകഥ പറയുകയാണ് എലീന. ഒരു മൊബൈൽ ഫോൺ വഴിയാണ് രോഹിത്തിനെ പരിചയപ്പെടുന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിൽ നിന്നും ഒരു മെസ്സേജ് രോഹിതിന് അയച്ചതാണ്. ആ ഫ്രണ്ട് ഈ വ്യക്തിയെപ്പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെറുതെ അവർ തമ്മിൽ സെറ്റായിക്കോട്ടെ എന്ന് കരുതി എൻ്റെ ഈ ഫ്രണ്ടിൻ്റെ ഫോണിൽ നിന്നും ഒരു മെസ്സേജ് അയച്ചതാണ്. അത് രോഹിതിന് ഇഷ്ടപ്പെടുന്നില്ല. രോഹിത് ആ കുട്ടിയെ വിളിച്ച് വഴക്ക് പറയുന്നു. അവൾ അപ്പോൾ അത് ആരോ ചെയ്തതാണ്, എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആരാണ് ഇങ്ങനെ വഴക്ക് പറയുന്നത് എന്ന് കരുതിയിട്ട് ഞാൻ ഫോൺ വാങ്ങിയിട്ട് ഞങ്ങൾ വെറുതെ ഫോൺ ഇവിടെ ഇരുന്നപ്പോൾ ചെയ്തതാണെന്ന് പറഞ്ഞു. ഞാനൊരു സോറി പറഞ്ഞു. അപ്പോൾ പുള്ളി റിപ്ലൈ ചെയ്തത് ഇറ്റ്സ് ഓക്കെ എന്നായിരുന്നു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് പുള്ളിയുടെ സൗണ്ട് ഭയങ്കര കിടിലമാണ്. എന്നിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് ഞാൻ അവളോട് ചോദിച്ചു, ഈ പയ്യൻ എന്തിനാണ് ഇത്രയ്ക്ക് ദേഷ്യപ്പെട്ടതെന്ന്. അവൾ പറഞ്ഞു, എനിക്കറിയില്ല, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊരു മെസ്സേജ് ഇട്ടതെന്ന്. എന്തോ ഒരു ഫോർവേഡ് മെസ്സേജ് അന്ന് പിള്ളേർ അവിടെ വെറുതെ നിന്നപ്പോൾ അയച്ചു കൊടുത്തതായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ രോഹിത് എന്ന് പറയുന്ന വ്യക്തി എനിക്ക് ഫേസ്ബുക്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുന്നു. ആ റിക്വസ്റ്റ് വന്നതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് സംസാരിച്ചു തുടങ്ങുന്നു. അപ്പോഴും ഞാൻ രോഹിത്തിനോട് പറയുന്നുണ്ട്, ഇത് എന്തെങ്കിലും വേറെ ട്രാക്കിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നടക്കില്ലെന്ന്. പിന്നെ അവൻ എനിക്ക് വേണ്ടി ഇട്ട എഫർട്ടാണ് എനിക്ക് തിരിച്ചിഷ്ടം തോന്നാൻ കാരണമായത്. എന്നെ കാണാൻ വേണ്ടി മാത്രം ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും അവൻ വരുമായിരുന്നു. എന്നിട്ട് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുമായിരുന്നു. എനിക്ക് ഒരുപാട് സർപ്രൈസ് ഒക്കെ തരുമായിരുന്നു. ടോംബോയ് ആയിരുന്ന ഞാൻ ഒരു പെൺകുട്ടിയെ പോലെ ആയത് രോഹിത് കാരണമാണ്. രോഹിത് ബാംഗ്ലൂരിലാണ് പഠിച്ചത്. പിന്നെ എന്നെ ലൈനടിക്കാൻ വേണ്ടി ഇവിടെ വന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഒരേ സെറ്റ് ഓഫ് ഫ്രണ്ട്സായി. ആ ഒരു ക്ലോസ് ഗ്യാങ് ഗ്രൂപ്പ് ഇപ്പോഴുമുണ്ട് എന്നാണ് എലീന പറഞ്ഞത്.